തോന്നുന്നില്ലേ? ഈ വെള്ളം വരുമ്പോ കണ്ടില്ലേ സ്ലൈഡ് പോലെ സ്ലൈഡ് പോലെ മഴയാണ് ഗൈസ്, മഴ പെരുമഴ. നമ്മുടെ മറ്റേ അവളെ വിളിച്ചപ്പോ വേറെ ആളാണ്. വെള്ളം കിട്ടുന്നുണ്ടോ അവിടെ? ബിസ്ക്കറ്റിന്റെ കവർ കിട്ടുന്നുണ്ടോ? ബിസ്ക്കറ്റ് ഇതിനകത്തുണ്ട്, കൊടുക്കാം. വേണ്ട, ആൾക്കാർ എടാ ബിസ്ക്കറ്റോട്. അവള് വീട്ടിൽ വരും. അവളങ്ങോളൂ നന്നായില്ലേ ചേച്ചി? അവള് ഞങ്ങളെ മറന്നിരിക്കുന്നു. നമ്മൾ കൊടുത്ത പട്ടിയൊക്കെ നമ്മളെ മറന്നിരിക്കുന്നു. മറ്റേതിന് മറന്നിട്ടില്ല. അവൾക്ക് നല്ല ഇതുണ്ട്. ഇവളെ അഴിച്ചു വിട്ടേക്കുന്നുണ്ട്, അതൊക്കെ സൂചിച്ചോ. എനിക്കിഷ്ടമാണ് മഴ പെയ്താറോ? പുൽമേട്ടി പുലിയാണോടാ? കടുവ, പുലി, മാന് അങ്ങനെയുള്ള പുല്ലുകളാണ്. കേട്ടിട്ടില്ല? പുല്ല പുലി രണ്ടും ഒരുപോലല്ലേ പറയുമ്പോ? പുലി പുല്ല് തന്നെ എത്തിയോ? ഇതൊക്കെ അങ്ങോട്ട് പോവോ? 2 മണിക്കുള്ള ബസ്സാണ്. മഴയെന്ന് പറഞ്ഞാൽ പെരുമഴ, ഒന്നും ചെയ്യാൻ പറ്റൂല. നിന്ന് നനയുന്നതല്ലാണ്ട് നമുക്കിവിടെ ഒന്ന് കയറിയിട്ട് വരാമേ. ഏത്? ഈ വീട്ടിലൊരച്ഛനും അമ്മയും താമസമുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എൻ്റെ ഫോണിപ്പോൾ കയ്യിൽ നിന്ന് പോകും. ഇതിനകത്ത് ഒരച്ഛനും അമ്മയുണ്ട്. പിടിക്കുവോ? എൻ്റെ കൈ വിറയ്ക്കുന്നു. രാവിലെ 2 അടിച്ചിട്ടിറങ്ങിയാൽ മതിയായിരുന്നു. കൈ വിറയ്ക്കുന്നു. അമ്മേ ആടാ, സ്കൂളാ. അതിനകത്ത് പ്രിൻസിപ്പൾ ഉണ്ട്, പോയി നോക്കിക്കോ. എടാ പ്രിൻസിപ്പൾ അവിടെയാണ്. ബെല്ലടിച്ചിട്ട് ഒരു അച്ഛനമ്മ പഠിക്കുന്നുണ്ട്. അച്ഛാ അമ്മേ മഴയൊക്കെയായിട്ട് എവിടെയാണോ ഞാൻ കടി മേടിക്കാൻ പോകുന്നത്? മക്കളെ ഇതിവിടെ നിന്ന് മണപ്പിച്ചിട്ടേ മതി. സാരമില്ല. ചോരുന്നുണ്ടോ അതോ? അച്ഛൻ തന്നെ വലിയ കയറുണ്ടോ? അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ആരെങ്കിലും ഒക്കെ കുറച്ച് ടാർപ്പ് അയച്ചു വന്നാൽ ഇവർക്ക് കൊടുക്കാം. ഇതുപോലെ മുകളിൽ കെട്ടിവെക്കാം, നനയാതെങ്കിലും കിടക്കും. മൊത്തം ചോരുവാ, കണ്ടില്ലേ? മഴ കാരണം ഞങ്ങൾക്ക് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ കുടിലുകളൊന്നും നമുക്ക് കയറി, പക്ഷേ വീഡിയോ എടുക്കാനോ പിന്നെ ചിലരുടെയൊക്കെ പ്രൈവസി കാരണം നമ്മളത് എടുത്തിട്ടുമില്ല. എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് തോന്നിയില്ല, അവരെ വിഷമിപ്പിക്കാനും തോന്നിയില്ല, അതുകൊണ്ട് എടുത്തില്ല. ഈ വീഡിയോ എടുത്തൊക്കെ അവരവരുടെ സമ്മതം കൂടെ, അല്ലാണ്ട് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ
ചാനലിൻ്റെ അബൌട്ടിൽ എൻ്റെ അഡ്രസ്സുണ്ട്. പറ്റുന്നവരൊക്കെ ഒരു ടാർപ്പ ഇത് അയച്ചു തന്നാൽ നമുക്ക് ഈ കുടുംബങ്ങളെല്ലാം ഈ മഴക്കാലത്ത് നനയാതെങ്കിലും വയ്ക്കാം. പട്ടിണി പിന്നെ കണ്ടാ എനിക്ക് കിട്ടിയ സാധനം. എടാ കാണിച്ചേടാ, കയ്യിലെ കാണിച്ച എത്ര എണ്ണം ഉണ്ടെന്ന്. നീ അത് കാണിരുത്, ഞാൻ കണ്ട്. എറിഞ്ഞിട്ടാലോ സാർമാർ? ഓ പിന്നെ സാർമാർ അറിയുന്നില്ലല്ലോ. ഇല്ല നീ കൊച്ചിനെ ഡാൻസ് പഠിപ്പിച്ചോടി. ഗർഭിണികൾക്ക് പുളിക്കുവോ? കടിച്ചു വെക്കോ പുളിക്കുവോന്ന്? ഗർഭിണികൾക്ക് പുളിയില്ലെന്ന് കേട്ടായിരുന്നു. വയറ്റിക്കണം തൊഴിച്ചാ ഇപ്പോഴാണോ തരുന്നേന്നായിരിക്കും. എത്ര പേരുണ്ടെന്നൊക്കെ പറ, സാധനം എടുക്കട്ടെ. വാ, നിനക്കുള്ളത് തരും, നിനക്കുള്ളത് തരും. നിനക്ക് നെല്ലിക്ക വേണോ? എത്ര കുടുംബമുണ്ട് ശ്രുതി? എത്ര കുടുംബം ഉണ്ടെന്ന് പറ. കുടുംബം പറഞ്ഞോ എത്ര ഉണ്ടെന്ന്? ചേച്ചി ഇപ്പൊ പോയി ഡ്രസ്സ് മാറും, ഞങ്ങളാണെങ്കിൽ അവിടെ വരെ നനഞ്ഞിരിക്കണ്ടേ. എന്നാ ഞാൻ തരാം, വാ. എന്റെ കയ്യിലിരിക്കുന്ന കണ്ണോണ്ടല്ലേ നിനക്ക് കിട്ടാത്തേ. അതവൻ കളഞ്ഞതാന്ന് തോന്നുന്നാ. കടിച്ച നോക്കട്ടെ പുളി ഉണ്ടോന്ന്. കഴുകണ്ട, നീ കഴിച്ചോ, മഴയത്ത് കിടന്നാ. അയ്യോ കഴുകിയിട്ടെല്ലാം തിന്നുന്നൊരു മോൻ. പുളിയുണ്ടോ? ഇതിനൊന്നും ഒരു വികാരം ഇല്ലല്ലോ ഈ ചെക്കൻ്റെ മുഖത്ത്. ചിരിക്കുന്ന പെങ്കൊച്ച് കൊച്ചെന്തിയേ? ആ ഉണ്ടായിരുന്നല്ലേ, ഷൈനൊന്ന് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പം അടുത്ത തവണ കാണാം. ഓ ആത്മാർത്ഥമായി തിന്നുക. ഓ അങ്ങനെ. ഞാനിപ്പോ ഇവിടെ വന്ന് സാധനം കൊടുത്തിട്ട് തിരിച്ചങ്ങോട്ട് പോവാ. സൂപ്പർ സാധനം വേണോ? നിനക്ക് വയ്യാതെ വന്നു. എനിക്ക് കിട്ടിയ പൊട്ടാ പോകും. ഹായ് കൊള്ളാം. അങ്ങനെ നമ്മള് അജിതയുടെ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. അജിത വേണം വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അതാണ് ആ വീട്. അപ്പം കറണ്ട് കിട്ടിയിട്ടുണ്ട്, വെളിച്ചമൊക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം. കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ഓർത്തിരിക്കുക. പൊറോട്ടയും ചിക്കനും ഇട്. അങ്ങോട്ട് ഓടി അങ്ങോട്ട് ചെല്ല് നീ. അതിപ്പോ അല്ലേലും നീ വീഴും. നീ വീണില്ല, ഞാൻ വീഴും. എൻ്റെ അജിത നിങ്ങൾ ഇതുവഴി കയറുന്ന എൻ്റെ പേടി എന്ന് പറയുന്നത്. കയറോ എല്ലാം കെട്ടി വെക്കത്തില്ലായിരുന്നു, അങ്ങനെ ഊർന്നു വരായിരുന്നല്ലോ. അജിത കയറും, ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള. അല്ല പ്രസവവേദന വരുമ്പോൾ താഴോട്ടിറങ്ങി വരണേ എന്തോ ചെയ്യും? പൊക്കോ, വയറും കൊണ്ട് പൊക്കോ, ഞാൻ പതുക്കെ വന്നോളാം. വയറ് മേളിലെത്തിക്കും അവിടെ. അയ്യമ്മാ ഓഹോ അയ്യോ ഇവിടെ വെട്ടമുണ്ട്. ഇതാണ് അജിതയുടെ അടുക്കള. മെക്കാനിക് ഇല്ല, അവൻ ശരിയാക്കി. അയ്യോ എന്താ അവൻ കറക്റ്റ് പണിയുവാ. വേണ്ടാത്തൊക്കെ എടുത്ത് കളയടാ. ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ എങ്ങോട്ട് നോക്കി അപ്പേ എന്തോടാ പതിവില്ലാത്തൊരു ഗൗരവം. അതാ കള്ളൻ നമ്പരുകാരാ. ഡാ ഒരു ചായ ഇട്ട് തരുമോ നീ? അല്ല നീ ഒരു ചായ ഇട്ട് തരുമോ? നീര് കുറവുണ്ടോ നോക്കട്ടെ. പനിയുണ്ടോ മോനെ? നീരൊക്കെ കുറവുണ്ട്. ഇത് മൊത്തം പണിയാണ്ട് നീ നമ്മൾ നെണ്ണിട്ടുണ്ടെങ്കിലാ. നിങ്ങൾ ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട് മോനെ. ജിതയുടെ അടുക്കള ഇതൊക്കെ മണ്ണ് കുഴച്ച് സ്വന്തമായിട്ട് കെട്ടിയെടുത്തല്ലേ? ഇത് സ്വന്തമായിട്ട് മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയെടുത്ത അടുപ്പും പാചകം. ഇത് വിറക് ഉണക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സാധനം. ഇവിടെ കത്തിക്കുന്നു, ഇവിടെ വിറക് വാരി വെക്കുന്നു. എല്ലാം പിന്നെ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്തോളും. ഈ പറക്കുന്നത് ചാരം. ഇത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വെറുതെ കിടക്കാനുള്ള സ്ഥലം. എങ്ങനെ? അതാണ് കിടന്നോണ്ട് പാചകം ചെയ്യാം.
ട്രേഡ് ആവശ്യമില്ലല്ലോ. ഇല്ല ഇല്ല. ആ പോകുമ്പോ കൊണ്ടുപോവാ. അവിടെ എന്റെ കൊണ്ട് വിജയിച്ചം അമ്മ അപ്പാപ്പം കൊണ്ടുവന്നല്ലോ. അമ്മ തന്നില്ലേ? ടാറിന്റെ ബുക്കാ? ടാറിന്റെ ബുക്കാ? ടാറിന്റെ ബുക്കാ? ഒരു തൂത്രം വേണോ? അപ്പാപ്പം വേണോ? വേണോ? വേണം. എടാ എവിടെയാടാ? ഒരേത്തയ്ക്ക് അപ്പം എന്തെങ്കിലും എടുത്തോണ്ട് കൊടുക്കടാ. അവളെക്കാട്ടി വലിയ സൂത്രം. നനഞ്ഞ് തല തോർത്തിയോ? തോർത്തിയോ? ഇവിടെ എടുക്കാനാണ് എനിക്ക് എടുത്താൽ പോയി. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. വെള്ളം നോക്കി അവിടെ ഇങ്ങനെ പോയി തീ കാണിയോ? ഗാർഡനായിരുന്നത് ട്യൂഷന് പോയായിരുന്നു. ഇതെല്ലാം കാണാൻ പറ്റുമായിരുന്നോ? എന്റെ തലയിൽ വെള്ളമില്ല. അവന്റെ ഞാൻ ഇത് വെച്ച് തോർത്തി. ഇവന്റെ കാര്യം കുഴപ്പമില്ല. കുറച്ച് തോറ് കുറക്കിട്ട് പോയാലോ ഇവിടുന്ന്. നല്ലോണം കത്തുന്നല്ലേ? നമ്മളിപ്പോ ഉള്ളത് കാടിന്റെ നടുക്ക് ഒരു കുടില് അല്ല ഒരു വീട്ടിലാണ്. കാടിന്റെ നടുക്കുള്ള ഒരു വീട്ടിലാണ്. ചുറ്റിനും കാട. അപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. എല്ലായിടത്തും കൊടുത്തു. പെരുമഴ, തണുത്ത് നല്ലോണം നനഞ്ഞു. അപ്പോൾ നമ്മൾ ചായ കുടിക്കും. അവിടെ ചായ ഇടുന്ന ആളിവിടെ ഉണ്ട്. ഞാൻ ചുമ്മാ അടുപ്പിൻ്റെ അവിടെ നിന്നേ ഉള്ളൂ. കട്ടൻ ചായ ഇട്ട് തരും. അത് നമ്മൾ കുടിക്കും. എന്നിട്ട് നമ്മൾ കാട്ടിൽ നിന്ന് ഇറങ്ങും. പെട്ടെന്ന് സന്ധ്യ ആവുന്നതിന് മുന്നേ. മഴയായതുകൊണ്ട് ആനയൊക്കെ കാണും വഴിയിൽ. ആന എന്തായാലും കാണും. കത്തുന്നത് നീ ഊരിക്കെടുത്തുക. കത്തുന്ന തീയിൽ ഊതുന്ന ഒരു പ്രത്യേക സുഖമാണ്. എന്താ കത്തുന്ന തീ ഇങ്ങനെ ഊരിക്കെടുത്ത് എത്ര മണിക്കാണ് തിരിച്ചു പോകേണ്ടത്? ഞങ്ങളിപ്പോൾ ചായ കുടിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, അവിടെ ഗേറ്റിന്റെ അവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര മണിക്കാണ്? എത്രയും നേരത്തെ ഇറങ്ങുന്നോ അത്രയും നേരത്തെ ഇറങ്ങുന്നോ? ചെന്നിരുന്നാണോ? അമ്മേന്ന് വിളിച്ചേ. ചിലപ്പോ കേൾക്കുന്ന അലറ് കേൾക്കണം. അമ്മേന്ന് വിളിച്ചേ. അമ്മയ്ക്ക് വേണ്ട, മക്കള് കഴിച്ചു. മക്കള് കഴിച്ചു. മക്കൾ കഴിച്ചു. പല്ലും കാണിച്ചു. ചിരിച്ചു ഒന്ന് ചിരിച്ച്. എണ്ണ നോക്കിയേ, പഴംപൊരിയുടെ എണ്ണ. കഴിച്ചോ കഴിച്ചോ. ചിരിക്കുമ്പോ എണ്ണ നോക്കി. വെള്ളത്തിരി അല്ലേടി. നല്ല വിശമായിരുന്നു. നോക്കി അത് മൊത്തം കഴിച്ചു. ഇതൊക്കെ കഴിച്ചു കേട്ടോ. നല്ല വിശമായിരുന്നു.
ഒരെണ്ണം മേടിക്കും. രണ്ട് കുപ്പി ഗ്ലാസ്സേ ഉള്ളൂ കേട്ടോ. അവർക്ക് കൊടുത്തില്ലേലും കുഴപ്പമില്ലെന്ന് ഇവിടെ വെക്കുന്നു. ഇറങ്ങി വരും. അണ്ണേ അപ്പോൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ നിഴൽ വരുന്നുണ്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ കിടുക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ടാറ്റ. ഇതിനകത്തൊരു ടാറ്റ പറഞ്ഞോളൂ. മുളകും കടിച്ച് കട്ടൻ ചായ കുടിക്കുക. മുളക് കടിച്ച് കട്ടൻ ചായ കുടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് ഇത് പോയതാ, ഇളകി പോയതാ. പിന്നെ ഒരുവിധം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ. കണ്ടോ? അടുത്ത ഇവിടെ മുമ്പത്തെ അവിടെ വെച്ചോ അപ്പുറത്ത് പോയി. മേഡം ഒറ്റയ്ക്ക് തല്ലിക്കൂട്ടിയെടുത്ത ടോയ്ലറ്റാ. ചുറ്റും കെട്ടി. കാരണം അവധിക്ക് പെങ്കൊച്ചു വന്ന് നിൽപ്പുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിന്ന്. അഭിരാമി ഇല്ലേ അവള് പഞ്ചിട്ട് നാലിലായി. പെങ്കൊച്ചു വന്ന സമയം കൊണ്ട് പെങ്കൊച്ചിൻ്റെ അമ്മ പെങ്കൊച്ചു ഹോസ്റ്റലിൽ നിന്ന് വന്നു. ആ സമയം കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി പെൺകുട്ടിയെ സേഫാക്കി. അതാണ് തിരിച്ചറിവുള്ള അമ്മമാരുടെ ഒരു ലക്ഷണം. ഷീറ്റ് ഇത് മാത്രം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നല്ലേ? അതേത് ഷീറ്റാണെന്നറിയാം? നമ്മുടെ സീതക്കുഴി വീടില്ലായിരുന്നു മറ്റേ വീട്, അവിടെ വേലി അടിച്ച ഷീറ്റില്ലേ? ആ ഷീറ്റാണ് ഈ ഷീറ്റ്. ഷീറ്റ് വിചാരിച്ചോ ഇത്രയും കാട് കടന്നു വരുമെന്ന്? അത് മറച്ച് ഇതായിട്ട് ഇവർക്ക് കറണ്ട് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള 1-2 ഇടത്ത് കറണ്ട് ഉണ്ട്. പിന്നെ കുഞ്ഞിന് വയ്യാത്തോണ്ടൊക്കെയാ. അവന് വയ്യാത്തോണ്ടാണ് പെട്ടെന്ന് കറണ്ടൊക്കെ റെഡിയാക്കി തന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി ഇവർ പൊറോട്ടയായി ചിക്കൻ കറിയായി ഇത് കാണിക്കൊന്നേ. ഇങ്ങനെ പോകുന്നു. വിരളിൻ്റെ ഇടയിൽ കാണൂടാ. ഫോൺ താഴെയിടരുത്. ഫോൺ ഇങ്ങന്നിട്ട് ആനെ പേടിയില്ല. ഒരു അട്ടയെ കണ്ടേ ഇപ്പൊ കാണുന്നത്. എടാ അട്ട കൊത്തും. പാമ്പ് കൊത്തുന്ന പോലെ കൊത്തും. ഒരെണ്ണം കടിച്ചെന്റെ വേന ഇത് വരെ എടാ നിന്റെ ചെരുപ്പിനകത്ത് നോക്ക്. നോക്ക് നീ. കണ്ടു. ഏതാ ഈ ചെരുപ്പ് വേണ്ട എനിക്ക്. ചെരുപ്പ് വേണ്ടാന്നോ? എടാ ഞാൻ എടുത്തു തരട്ടെ. എടാ അട്ടെ ഉണ്ട്. നിന്റെ ചോര കുറെ പോയിട്ടുണ്ട് മോനെ. നേടാ ഇറങ്ങി വരുന്നു. എടുക്കാ ചെരുപ്പ്. ഒരട്ടയെ കണ്ടിന് ചെരുപ്പ് വേണ്ടാന്ന്. ധൈര്യശാലി. മോട്ടോർ ട്രെയിൻ കളഞ്ഞ് ചെരുപ്പും കളഞ്ഞ്. ഭാഗ്യം അവൻ്റെ കൈ കൊച്ചില്ലാഞ്ഞ്. എടാ നിക്കറിൻ്റെ അകത്തൂടെ പോയി കാണൂടാ. നിക്കർ ഓടിക്കളയടാ. ദേ കുഞ്ഞാറ്റ നിന്റെ ചെരുപ്പലുണ്ട്. എടുത്തോ. തുറന്നേ. എടാ അട്ടയെ തോണ്ടിക്കളഞ്ഞിട്ട് വാർക്കാം. എന്ത് നീട്ടാ പടിയൻ. നീ നിന്ന് അട്ടയെ കേട്ടാണ്ട് എടുത്ത് അകത്തില്. ഇതുവഴി കയറി നിന്റെ പുറത്ത് കയറട്ടെ.